ബി.ജെ.പിയിലെ കാര്യങ്ങളെല്ലാം നേതാക്കൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നേതാവിനെ പിടിച്ചു പുറത്താക്കുക എന്ന് വെച്ചാൽ എന്തൊരു നന്ദിയില്ലായ്മയാണ്. പക്ഷേ ബി.ജെ.പിക്ക് അത് പുതുമയൊന്നുമല്ല. തനിക്ക് മുകളിൽ വളരുന്നതെന്തിനേയും അവർ വെട്ടിമാറ്റും. ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ്. ബി.ജെ.പി ചണ്ഡീഗഡിലെ നിർണായക സീറ്റിൽ നിന്ന് സിറ്റിംഗ് എം ആയ കിരൺ ഖേറിനെ മാറ്റിയിരിക്കുകയാണ്. പലരും അത്ഭുതത്തോടെയാണ് ഈ നീക്കത്തെ കണ്ടത്. പകരം സഞ്ജയ് ടണ്ടനെ കൊണ്ടുവന്നാണ് ബി.ജെ.പി ഞെട്ടിച്ചത്. നടിയായ കിരൺ ഖേർ പാർട്ടിയെ എന്ത് കാര്യത്തിലും പ്രതിരോധിക്കുന്ന നേതാവായിരുന്നു. അതേസമയം മുൻ പഞ്ചാബ് ഉപമുഖ്യമന്ത്രി ബാൽറാം ദാസ് ടണ്ടന്റെ മകനാണ് സഞ്ജയ്. പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് ചെന്നാൽ പ്രവർത്തകർ കിരൺ ഖേറിനെ പിന്തുണച്ചിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അവരെ മാറ്റാനുള്ള തീരുമാനം നേരത്തെ ഉറപ്പിച്ചതുമായിരുന്നു. ദേശീയ നേതാക്കൾക്ക് മാത്രമായിരുന്നു ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. കിരൺ ഖേർ ചണ്ഡീഗഡ് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള നേതാവാണ്. 10 വർഷമായിട്ടും ആ ഒരു പേര് അവരെ വിട്ടുപോയിട്ടില്ല. തന്റെ കുടുംബത്തെയും ജോലിയെയും വിട്ടാണ് ചണ്ഡീഗഡിൽ പ്രവർത്തിക്കാൻ എത്തിയതെന്ന് കിരൺ ഒരു മാസം മുൻപുള്ള പൊതുപരിപാടിയിൽ പറയുകയും ചെയ്തിരുന്നു. ആ നേതാവിനെയാണ് പാർട്ടി പുഷ്പം പോലെ ചവിട്ടിയെറിഞ്ഞത്. സത്യം പറഞ്ഞാൽ വൈകാരികമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു കിരൺ ഖേർ പലപ്പോഴും ശ്രമിച്ചിരുന്നത്. എന്നാൽ മുതിർന്ന ബി.ജെ.പി നേതാക്കൾ അവരെ കൈവിടുകയായിരുന്നു. ചണ്ഡീഗഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ മതിയെന്ന് നേതൃത്വം തീരുമാനമെടുക്കുകയായിരുന്നു. നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് ചണ്ഡീഗഡിൽ നിന്നുള്ള സെലക്ഷൻ കമ്മിറ്റി അയച്ച സാധ്യതാ പട്ടികയിലും കിരൺ ഖേറിന്റെ പേരുണ്ടായിരുന്നില്ല. ചണ്ഡീഗഡിലെ ജനങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥിയെയാണ് വേണ്ടതെന്ന് പ്രാദേശിക നേതൃത്വം നിലപാടെടുത്തിരുന്നു. സണ്ണി ഡിയോളിന് സംഭവിച്ച അതേ കാര്യം തന്നെയാണ് കിരൺ ഖേറിനും സംഭവിച്ചിരിക്കുന്നത്. 2021 ചണ്ഡീഗഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തതായിരുന്നു. AAP ആയിരുന്നു ഇവിടെ ഭൂരിപക്ഷം നേടിയത്. ബി.ജെ.പി 12 സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു. അതിനൊപ്പം മണ്ഡലത്തിൽ കിരൺ ഖേറിന്റെ അസാന്നിധ്യം പലപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജയ് ടണ്ടനെ തന്നെ പരിഗണിച്ചതും. ചണ്ഡീഗഡ് ബി.ജെ.പിയിൽ കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന നേതാവാണ് അദ്ദേഹം. സഞ്ജയ് ടണ്ടൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും തുടർച്ചയായി ചണ്ഡീഗഡിൽ വിജയിച്ചത്. ഇതിനുശേഷമാണ് ബി.ജെ.പി അദ്ദേഹം ഹിമാചൽ പ്രദേശിന്റെ ചുമതലയുള്ള നേതാവായി നിയമിക്കുന്നത്. സഞ്ജയ് ടണ്ടന്റെ പിതാവ് ബൽറാം ദാസ് ടണ്ടൻ RSS പ്രവർത്തകനായിരുന്നു. 2014 അദ്ദേഹത്തെ കേന്ദ്രം ചണ്ഡീഗഡ് ഗവർണറായി നിയമിച്ചിരുന്നു. അതേസമയം കിരൺ ഖേറിനെതിരെ നിരവധി കുറ്റങ്ങളാണ് ബി.ജെ.പി ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കിരൺ ഖേർ മണ്ഡലത്തിലെ ഒരു പ്രശ്നവും പരിഹരിച്ചിരുന്നില്ലെന്നാണ് ബി.ജെ.പി നേതാവ് ബൽജീന്ദർ സിംഗ് വിട്ടു പറയുന്നത്. അനാവശ്യ കാര്യങ്ങൾക്കാണ് അവർ MP ഫണ്ട് ചെലവിട്ടത്. നഗരത്തിന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല. 10 വർഷമായി ചണ്ഡീഗഡിൽ യാതൊരു വികസന പ്രവർത്തനവും നടന്നിരുന്നില്ല. ജനങ്ങൾക്ക് അവരെ കാണാൻ പോലും കിട്ടാറില്ലെന്നായിരുന്നു അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ഏതായാലും കിരൺ ഖേറിനെ മാറ്റിയത് ബി.ജെ.പി നേതാക്കൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം രീതികൾ ബി.ജെ.പിയിൽ തുടർക്കഥയാവുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നേതാക്കന്മാർ വരെ ബി.ജെ.പിയെ മടുത്ത് പാർട്ടി വിടുമെന്നതിൽ ഒരു സംശയവും വേണ്ട.